സാമൂഹ്യ നിരീക്ഷകനായ പ്രൊഫസർ സ്റ്റാലിൻ സെബാസ്റ്റ്യൻ കൂടി നമ്മോടൊപ്പം ചിരിക്കുകയാണ്. പ്രൊഫസർ സ്റ്റാലിൻ സെബാസ്റ്റ്യൻ, ഈ KP ഉദയഭാനുവിൻ്റെ ഈ ഹൈന്ദവ വിശ്വാസത്തോടുള്ള അല്ലെങ്കിൽ വിശ്വാസ രീതിയോടുള്ള ആ ഒരു അവഹേളനത്തെ എങ്ങനെ കാണുന്നു താങ്കൾ? ഇതെല്ലാം ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ഫോറിൻ മതമാണ്. ഇന്ത്യയിലോട്ട് ഇൻവൈഡ് ചെയ്തിട്ടുള്ള ഒരു മതമാണ്. അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് മതമാണ് അവരുടെ പരിപാടി. ഈ മൃഗത്തെ ആരാധിക്കുന്നു എന്നൊക്കെ പറയുന്നവൻ പാർട്ടി സെക്രട്ടറിയെ ആരാധിക്കുന്നവനാണ്. ഇപ്പൊ ഈ ഇരട്ടച്ചങ്കുണ്ട്, കാരണഭൂതമാണ്, മാൻഡ്രേക്കാണെന്നൊക്കെ പറഞ്ഞ് പാർട്ടി സെക്രട്ടറിയെ ആരാധിക്കുന്നവനാണ് വെറുതെ ഇരിക്കുന്ന ഹിന്ദുവിനെ മൃഗത്തെ ആരാധിക്കുന്നു എന്നൊക്കെ ഓരോ സങ്കല്പങ്ങളെ അധിക്ഷേപിക്കാൻ വേണ്ടി മാത്രം ഇതേ യാർസ്റ്റിക്ക് ഇതേ രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് മറ്റു മതങ്ങളെ വിമർശിക്കാൻ പറ്റുമോ? ഇല്ല. ഹിന്ദുക്കൾ സാധുക്കളായതുകൊണ്ടും നല്ലവരായതുകൊണ്ടും അവരെ ചുമ്മാ വിമർശിക്കുന്നു, അധിക്ഷേപിക്കുന്നു, കാര്യമില്ലാതെ അധിക്ഷേപിക്കുന്നു, അവരുടെ ഓരോ സങ്കല്പങ്ങളെയോ കാര്യങ്ങളെയോ വിശ്വാസങ്ങളെയോ അധിക്ഷേപിക്കുന്നു. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ചെകുത്താനാണ്. അതാണ് ശരിക്കും മൃഗീയവും മൃഗതുല്യവും ആയിട്ടുള്ളത് കമ്മ്യൂണിസമാണ്. അല്ലാതെ ഇവിടെയുള്ള മാന്യമായിട്ട് ജീവിക്കുന്ന ഹിന്ദുക്കളോ അവരുടെ വിശ്വാസങ്ങളോ അല്ല. അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് മതത്തെ ആണ് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിരോധിക്കേണ്ടത്. അതുപോലെ തന്നെ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയും അവരുടെ കാര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം ഉണ്ടാക്കേണ്ടത്. ഈ ഉദയഭാനു എന്നൊക്കെ പറയുന്നത് വെറുതെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചപ്പോൾ തുപ്പൽ ബിരിയാണി കൂടുതൽ കഴിച്ചു കാണും, അതിന്റെ അഹങ്കാരത്തിന് പറഞ്ഞതായിരിക്കും. തുപ്പൽ ബിരിയാണി കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തുപ്പൽ ബിരിയാണി കൂടുതൽ കഴിച്ചുകൊണ്ട് പുള്ളി പറഞ്ഞതായിരിക്കും എന്നുള്ളതാണ്. എന്താണേലും പുള്ളിക്കേറെ നടപടി എടുക്കണം, കേസെടുക്കണം. കാരണം ഇതൊരു വലിയ അവഹേളനമാണ്. പക്ഷേ അവഹേളനം നടത്തിയിട്ടും ഇതുവരെയായിട്ടും പാർട്ടിയുടെ ഭാഗത്തിനും ഒരു പ്രതികരണം വന്നിട്ടില്ല, ഒരു തിരുത്തലും വന്നിട്ടില്ല. അതായത് ഹൈന്ദവരോട് ഇങ്ങനെ മതി, അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസ പ്രമാണങ്ങളെ ഇത്തരത്തിൽ അധിക്ഷേപിക്കണം, അങ്ങനെ ബോധപൂർവമായ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനല്ലേ? അതെ, ഇതിനൊരു കൃത്യമായ അജണ്ടയുണ്ട്. കാരണം അവരെ അധിക്ഷേപിച്ചാലേ കുറെ ന്യൂനപക്ഷ വോട്ട് കിട്ടത്തുള്ളൂ എന്നുള്ള ഒരു ധാരണയുണ്ട്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം അറിഞ്ഞ് ചെയ്ത പരിപാടിയാണ്. അല്ലാണ്ട് ഇവൻ അറിയാതെ പറഞ്ഞതോ അബദ്ധത്തിൽ പറഞ്ഞതോ ഒന്നുമല്ല. വെൽ പ്ലാൻഡ് ആയിട്ട് എഴുതി തയ്യാറാക്കിയ പ്രസംഗം കൃത്യമായിട്ട് അവൻ പറയുക ചെയ്ത്. അല്ലാണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈയിടെ ഉണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങളെല്ലാം അവർ പ്ലാൻഡ് ആയിട്ട് തയ്യാറാക്കുന്ന പരിപാടിയാണ്. സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള നാടകങ്ങളാണ്. മറ്റുള്ളവരെ അധിക്ഷേപിച്ചുകൊണ്ട് ലൈം ലൈറ്റ് നിൽക്കുക, മറ്റു പ്രശ്നങ്ങൾ മാറ്റിമറിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനെ ആകെ ഒരു കേരളത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിയമ നടപടികൾ മുതിരാൻ ഹിന്ദു സംഘടനകൾ മുന്നോട്ട് വരണം. ഹിന്ദു സംഘടനകൾ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിയമ നടപടികൾ ഉണ്ടാകണം, പ്രതിഷേധം ഉണ്ടാകണം. അതുപോലെ തന്നെ ഇവർക്കെതിരെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രതികരണവും വരണം. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലതെറ്റിപ്പോയിരിക്കുകയാണ്. അവർക്ക് യാതൊരുവിധ മാന്യതയോ മര്യാദയോ ഇല്ല. അതുകൊണ്ട് നടപടി വരട്ടെ. ഇത് പരാതി കൊടുക്കുക, FIR ഇടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്, ഇയാൾക്കെതിരെ ചെയ്യേണ്ടത്. ഇതുപോലത്തെ ഫോറിൻ ഐഡിയോളജികൾ ഹിന്ദുക്കളെ അധിക്ഷേപിക്കുന്നത് നിർത്തണം. ഈ കമ്മ്യൂണിസം ഒക്കെ എന്ന് പറയുന്നത് ഹിന്ദുക്കളെ നശിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഫോറിൻ ഐഡിയോളജിയാണ്. അത് നിർത്തേണ്ട ആവശ്യമാണുള്ളത്. കേരളം കമ്മ്യൂണിസ്റ്റിൽ നിന്ന് മോചനം പ്രാപിക്കട്ടെ, അതാണ് പറയാനുള്ളത്.